ഫാത്തിമാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് ഞാൻ തേങ്ങ നല്ലോണം ആട്ടിയതിൻ്റെ ശേഷം മുളകും പൊടി, മഞ്ഞൾപ്പൊടി, പെരുംജീരകത്തിൻ്റെ പൊടി, ഉപ്പ്, ഉള്ളി ഇതെല്ലാം കൂടെ ഇതിലിട്ടുകൊണ്ടൊന്ന് ആട്ടുകയാണ്. എന്നിട്ട് ഞാനിന്ന് കറി വെക്കാൻ പോണത് മാന്തക്കറിയാണ്. ഓക്കെ, ഇതിൽ ഞാൻ നല്ല പുളിയൊന്നുമില്ല, ഒരുപാട് പുളി ഉണ്ടാകാനുള്ള മാങ്ങ അല്ല കേട്ടോ. 2 മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇതപ്പോൾ പറഞ്ഞ സംഭവമൊക്കെ ആട്ടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ഇട്ടതാണ് കേട്ടോ. ഇത് നമുക്ക് 2 ഉലുവമണി ഇട്ടുകൊണ്ട് അടുപ്പത്ത് വെച്ച് ഇതിൽ ഞാനിതാ കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം തിളച്ച് വേവട്ടെ കേട്ടോ. നല്ലോണം തിളച്ചിട്ടുണ്ട്, പക്ഷേ പച്ചമാങ്ങ അല്ലേ, അപ്പോൾ ഇതൊന്നും നല്ല വേവാണ്ട് കേട്ടോ. മാങ്ങ ഒന്ന് വേകണം, വല്ലാണ്ട് വെന്തുടഞ്ഞാൽ പുളിച്ചൊരു തൊള്ളയ്ക്ക് വെക്കാനും കഴിയില്ല. ഒരു പാകമുള്ള വേഗമാകുമ്പോൾ നല്ലതാണ്. നേരിയ പുളിയൊക്കെ ഉള്ളൂ. ഇനി ഇതിൽ കിടന്നിട്ട് ഒന്ന് വേകുമ്പോൾ സാധാ പുളിയാവും. മാന്തൊക്കെ നല്ല കഴുകി വെള്ളത്തിലിട്ടച്ചാണിത്. നമുക്ക് മാന്ത ഇട്ട് കൊടുക്കാം. മാന്ത ഇട്ട് കൊടുക്കാൻ പോണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇത് നമുക്ക് നല്ലോണം ഒന്ന് ഇളക്കി കൊടുക്കുക. അതിൽ കിടന്ന് മാന്ത ഒന്ന് വേവട്ടെ. നല്ല രസമാണ് മാങ്ങ ഇട്ടുകൊണ്ട് വെച്ചാൽ. മുളും പുളി ഇട്ടാലും രസം തന്നെ, പുളി വെച്ച് വെച്ചാലും രസം തന്നെ. എങ്ങനെ വെച്ചാലും നമുക്ക് ഇഷ്ടമാണെങ്കിൽ നമുക്ക് രസം തന്നെ. അപ്പം മക്കളെ വല്ലാതെ തിളപ്പിക്കാൻ പറ്റൂല, മാന്താണ്. അടിഞ്ഞ് പോവും. വെന്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അടിപൊളിയാണ്. ബായ്.